ഈ വേഷത്തിൽ കാണാൻ നല്ല ചേല. ഇപ്പൊ പെമ്പിള്ളാര് ചുരിദാറൊക്കെ ഇട്ട് ആകെ ഒരു കോല. ഈ വേഷത്തിലായിരുന്നു പഠിക്കാൻ പോയിരുന്നെങ്കിൽ ഞാനൊന്നും SSLC താണ്ടൂലായിരുന്നു മോളെ. എന്താ എന്റെ കോമഡി കേട്ടിട്ടൊന്നും മിണ്ടാത്തെ? നിലവാരം ഇല്ലാത്തോണ്ടാണോ? പറയൂ കുട്ടി, എന്താ ഒന്നും മിണ്ടാത്തെ? ഒരു വടക്കം പാട്ടും പാടി പ്രേം നസീർ സ്റ്റൈലില് ഞാനൊന്ന് പെർഫോം ചെയ്യട്ടെ. കുന്നത്ത് കൊന്നയും പൂത്ത പോലെ, ഇളമാവിൻ തയ്യ് തളിർത്ത പോലെ, വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ, കുരുത്തോലയായതിൻ വർണ്ണം പോലെ. എന്തോ നീ എന്താ ഇത്? തലയണ. അത് മനസ്സിലായി. അതിനെയും പിടിച്ചോണ്ട് എന്താന്നാ ചോദിച്ചത്? എന്തൊക്കെ പിച്ചുമ്പേട്ടൻ പറയണേ? അത് തലയണയോട് വട്ടായോ? സംശയമുണ്ട്. കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ. അസുഖം മനസ്സിലായി. സ്വപ്നത്തിന് ടാക്സ് ഇല്ലാന്ന് കരുതി അത്രയ്ക്ക് അങ്ങോട്ട് പോണ്ട. അവനവന്റെ പ്രായത്തിനും ആരോഗ്യത്തിനും അനുസരിച്ച് സ്വപ്നം മാത്രം കണ്ടാ മതി. മനസ്സിലായോ? മോൻ ചെന്ന് മൂത്രമൊഴിച്ച് ലൈറ്റ് ഉണച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ഓടി. ഒരു സ്വപ്നകാമുകൻ. കൊള്ളമായി. കുറുപ്പേ, ഈ പ്രേമകാവ്യം നാളെ കൃത്യം 9 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ട് 9:30-ക്കകം താങ്കളുടെ കയ്യിൽ കിട്ടുകയും അങ്ങത് വായിച്ചു കുളിര് കോരുന്നത് ഞാൻ എന്റെ മനസ്സിൽ കാണുകയും ചെയ്യുന്നു. ആമേൻ. നല്ല ഉള്ളും നീളവും ഉള്ള മുടിയായിരുന്നു, ഒക്കെ കളഞ്ഞു. കഷ്ടായി. പണ്ടൊക്കെ പെൺകുട്ടികള് കാലത്തെഴുന്നേറ്റ് കുറുന്തോട്ടിയും താളിയും തേച്ച് കുളത്തിൽ പോയി മുങ്ങി കുളിക്കുമായിരുന്നു. ഇപ്പൊ ഷാമ്പും ഷവറും അല്ലേ മുത്തശ്ശി? ആ, പണ്ട് തച്ചോളി മാണിക്കത്തെ പെണ്ണുങ്ങളെക്കാൾ ഭംഗിയായിരുന്നത്രേ ആണുങ്ങക്ക്. കണ്ണും മൂക്കും പുരികവും ഒത്ത ശരീരവും. ഒന്ന് നോക്കിയാ പിന്നെ കണ്ണെടുക്കില്ലാത്രേ. മുത്തശ്ശി, ഈ തച്ചോളോദനൻ ശരിക്കും നമ്മുടെ ആരാ? അത് നിന്റെ അച്ഛനോട് തന്നെ ചോദിക്ക. പണ്ടത്തെ കാരണവരായിരുന്നെന്നാ അച്ഛൻ പറയുന്നത്. 100-400 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു വീരയോദ്ധാവാ തച്ചോളിയോധേനൻ. നിന്റെ മുത്തശ്ശന്മാരിലാരോ ആ കുറുപ്പന്മാരുടെ താവഴിയിലെ അകന്നൊരു ബന്ധുവായിരുന്നു. കടത്തനാട്ട് നിന്ന് ഈ നാട്ടിൽ കുടിയേറിയപ്പോ നിന്റെ മുത്തച്ഛൻ ആ ബന്ധം ഒരു അലങ്കാരമായി കൊണ്ടു നടന്നു. അതിന്റെ പേരിൽ പ്രതീക്ഷിക്കാത്ത സ്ഥാനവും മാനവും കിട്ടിയപ്പോ പിന്നെ കളരിയായി, ഉദയനെ തിറകെട്ടി ആടിക്കാനുള്ള കാവായി. രക്തബന്ധങ്ങൾ തമ്മിൽ വാളൊങ്ങിയുള്ള അവകാശ തർക്കങ്ങൾ വരെയായി. കഴിഞ്ഞു. എന്ത് കഴിഞ്ഞുന്നാ? അത് മുത്തശ്ശിയുടെ പഴംപുരാണം കഴിഞ്ഞുന്നാ പറഞ്ഞത്. പതുക്കെ നടന്നാ പോലും 10 മിനിറ്റ് കൊണ്ടെത്താന്ന ദൂരല്ലേ നമ്മുടെ വീടുകൾ തമ്മിലുള്ളൂ. പിന്നെ എന്താ മുത്തശ്ശി എപ്പോഴും വരാത്ത? അത് നിന്റെ അച്ഛന്റെ സ്വഭാവ ഗുണം കൊണ്ട്. ഇനി മുത്തശ്ശി എന്നാ വരുന്നേ? നിന്നെ കാണണമെന്ന് തോന്നുമ്പോ. ഒന്ന് നിർത്തിയേ രാഘവ, വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നേ. സ്നേഹത്തിൻ സംഗീതം പ്രണയമാധുര ഹൃദയമുരളി പാടും ഗീതം. രാഘവ, വണ്ടി എടുക്ക. കാലുവെന്താ പട്ടിയെപ്പോലെ ഗേറ്റിന്റെ ഭാഗത്തേക്ക് നോക്കി കാലത്ത് മുതൽ നടപ്പുടങ്ങിയതാണല്ലോ. എന്താ, ആരെങ്കിലും വായുകുളി വലിക്കാൻ വിട്ടിട്ടുണ്ടോ? ഓ, ഇതൊരു ശല്യമായല്ലോ. എന്തിനാ എന്റെ കാര്യത്തിൽ മാത്രം അച്ഛൻ ഇങ്ങനെ ഇടപെടുന്നത്? എടാ, മക്കളായാൽ ഗുരുത്വം വേണം, അല്ലാതെ അച്ഛന്റെ മേക്കിട്ട് കയറിയല്ലേ വേണ്ടത്. ഒരു പേപ്പറും കൈ പിടിച്ച് കാലത്ത് തുടങ്ങി ഇരിപ്പാണല്ലോ. എന്താ, കോടതി പോണില്ലേ? അച്ഛനിത് വേണം, അച്ഛനിത് വേണം, അച്ഛനിത് വേണം. എന്റെ മുമ്പിൽ കിടന്ന നാളായപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചതാ അമ്മയൊന്ന് വരണേന്ന്. കിട്ടിയല്ലോ. നിങ്ങളോടാ ചോദിച്ചത് കോടതി പോണില്ലേന്ന്. കോട്ടൊന്നുകൂടി അഴുക്കാക്കാന്നല്ലാതെ അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. അനന്താ, മതി, പുറപ്പെടാൻ നോക്ക് മനുഷ്യ. അയലോക്കാര് ചോദിച്ചതെങ്കിലും പറയാമല്ലോ ഭർത്താവ് കോടതി പോയിരിക്കുകയെന്ന്. അടിമ. മുത്തശ്ശി, മുത്തശ്ശി എന്താ ഇത്ര വൈകിയത്? ഓടിയെത്താൻ നിന്റെ പ്രായമൊന്നും അല്ലല്ലോ ഇപ്പൊ മുത്തശ്ശിക്ക്. വാ. ഒരു ദിവസം മുഴുവൻ അവിടെ നിന്നല്ലേ, ഒരാഴ്ച ഇവിടെ നിർത്തിയിട്ടേ അമ്മ ഞാൻ വിടുവുള്ളൂ. തുടങ്ങിയല്ലോ. ദേ, ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ഒരു കാര്യവും എനിക്കിപ്പൊ കേക്കണ്ട. മക്കളെ തേടി വരുന്നത് മനസ്സമാധാനത്തിനാ. അത് തരില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ. ആ ഡോക്ടറാവും അമ്മ വരുമ്പോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. ആ മോളെ, കാര്യം നമ്മുടെ ബാഗൊക്കെ ഇങ്ങെടുത്തേ. അവിടെ ഇല്ലേ ആ
ഫോണൊന്ന് എടുത്തൂടെ? മുത്തശ്ശി വാ. സത്യം പറഞ്ഞ മുത്തശ്ശിയെ കാത്തിരുന്ന് കണ്ണ് കഴിച്ചു. എനിക്കറിയാം എന്റെ കൊച്ചുമോൻ കണ്ണിൽ എണ്ണയെ ഒഴിച്ച് മുത്തശ്ശിയെ കാത്തിരിക്കുകയാണെന്ന്. തപ്പണ്ട, അവിടെയെങ്ങും ഇല്ല. ഇതാ മുത്തശ്ശി കൊണ്ടുപോയി കാണാതെ പഠിച്ചു. ഒട്ടും ബാക്കി വെക്കരുത്, എല്ലാം കഴിക്കണം. അച്ഛൻ അറിഞ്ഞാ ഞങ്ങളെ കൊല്ലും. വലിയ ദുരഭിമാനിയാ. എന്നാലോ ഉണ്ടെങ്കിൽ ഓണം, ഇല്ലെങ്കിൽ ഏകാദശി. അതാ അവസ്ഥ. ഇങ്ങനൊരു ജന്മം. വായി തോന്നിയത് വിളിച്ചു പോകുന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. പാവാ. അതുകൊണ്ട് തന്നെയാ കുറുപ്പന്മാരുടെ കൂട്ടത്തിൽ അവൻ കോമാളിയായത്. സത്യം പറഞ്ഞ അവന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് വേവലാതി ഉള്ളു സരസ്വതി. ആർക്കും വേണ്ടാത്തവനാണെങ്കിലും പെറ്റ വയറിന് തള്ളാൻ പറ്റില്ലല്ലോ. ഒന്ന് മുഖം കാണിക്കാൻ വന്നതാണേ. നമ്മുടെ ശങ്കുണ്ണിയാണെന്ന് തോന്നുന്നു. വേഗം കഴിക്ക്, നമുക്ക് മാമന്റെ പാട്ട് കേൾക്കാം. നാളിത്തിരി ആയല്ലോ ശങ്കുണ്ണിയെ കണ്ടിട്ട്. എവിടെയായിരുന്നു? ദേശാടനത്തിലായിരുന്നു. തമ്പുരാട്ടിയെ വാഴ്ത്തി ഈ പാണനൊന്ന് പാടിക്കോട്ടെ. പാടിയില്ലെങ്കിലും ശങ്കുണ്ണിക്കുള്ള വീതം ഇവിടെ ഉണ്ട്. അല്ല, അടുക്കളപ്പുറത്ത് വന്നോളൂ. അത് വയ്യ. നാവാലൊന്ന് വാഴ്ത്തിയിട്ടേ നാക്ക് നനയ്ക്കാൻ പാടുള്ളൂ പാണന്മാർക്ക്. വാശിയാണെങ്കി പാടിക്കോളൂ. പുത്തൂരം വീട്ടിൽ വിടർന്നോരെല്ലാം പൂവമ്പഴം പോലെയായിരുന്നു. ആണുങ്ങളായി പുണർന്നോരെല്ലാം അംഗം കുഴിച്ചവരായിരുന്നു. കുന്നത്തു വെച്ചാലയിറ്റുപോലെ ചന്ദന തൈലങ്ങൾ തേച്ച പോലെ പുത്തൂരം ആരോഗ്യമന്ത്രിയാണോ പൂങ്കിണ്ണം മാവിലുദിച്ച പോലെ. അയ്യോ, പൊട്ട പാട്ടും പാടി പറയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഓരോ അവതാരങ്ങള്. അവൻ തമാശക്കൊന്ന് പാടിയെന്ന് വെച്ച് നിനക്കെന്താ? പാണന്റെ അവസാനത്തെ കന്യാന്ന് പറഞ്ഞ് പാടി ജീവിക്കാൻ ഇറങ്ങിയിരിക്ക. പേരിനൊരു അളീനായി പോയി, ഇല്ലെങ്കിൽ ചവിട്ടി കൊന്നനെ. അല്ലേലും മുറ്റത്തെ മുല്ലക്ക് മണമില്ല തമ്പുരാട്ടി. മുല്ലേന്റെ മൂട്ടി കൊണ്ടേ മൂത്രം ഒഴിച്ച ഒരു മുല്ലയ്ക്ക് മണം ഉണ്ടാവില്ല. എണ്ടിത്തിരിഞ്ഞ് വന്നിരിക്കുന്ന ഒരു മുറ്റത്തെ മുല്ല. ഇതിനൊക്കെ അങ്ങ് ആൻഡപ്പൻ ദ്വീപ് കൊണ്ടേ നടന്നള്ള വേണ്ടേ? അയ്യോ അളിയാ, അതിപ്പോ ടൂറിസ്റ്റ് കേന്ദ്രമാ. മിണ്ടിപ്പോവരുത്. പാണപ്പാട്ട് എന്തെന്നറിയോ നിനക്ക്? പണ്ട് തച്ചോളി അതിനെ കുറിച്ച് പാടിയ ശുദ്ധമായ പാണപ്പാട്ടുണ്ട്. കേൾക്കണോ? കടത്തൂവനാട്ടെ കരിന്തടിയൻ എന്നിച്ചലാരാണ് എന്റെ ഏട്ട. പകരം പറഞ്ഞല്ലോ കുഞ്ഞിച്ചേരൻ തച്ചോളിയോദേനാണ് കുങ്കേ. കടത്തനാട്ട കരിന്തടിയൻ അറിയോ? എന്നെ പോലൊരു കറുത്ത കുറുപ്പന്നെയായിരുന്നു ഉദയനും. പക്ഷേ ഉദയനന്റെ പുനർജന്മ എന്ന് പറഞ്ഞ നടക്കുന്ന എന്റെ വല്യേട്ടന് പാണം വാഴ്ത്തി പാടിയ സത്യം അറിയില്ല. അളിയോ, ഈ മുഖത്ത് നോക്കി ഞാനൊന്ന് വാഴ്ത്തി പാടട്ടെയോ? വേണ്ട, ഈ മുഖത്ത് ഞാനൊന്ന് വീഴ്ത്താം. മര്യാദയ്ക്ക് അപ്പുറത്തെങ്ങനെ ചെന്ന് പെങ്ങളോട് എന്തോണെന്ന് വെച്ച് വാങ്ങിച്ചു കഴിക്കടാ. അപ്പൊ അമ്മ തമ്പുരാട്ടിയേ, അടിയന് ഈ പാണപ്പോരയിലുണ്ടേ. കൊച്ചുകുറുപ്പേ, കൊച്ചുകുറുപ്പേ, ദേഷ്യപ്പെടല്ലേടാ. ഒരു സ്വിച്ച് ഇട്ടാ പെട്ടെന്ന് വരുന്നതല്ല ദേഷ്യം. എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ട് പോടാ. എന്റെ പട്ടി വരും. ബാക്കിയുള്ളവരോടെ വെള്ളം വെക്കാതെ കിടക്കല്ലേ. പിള്ളേരെവിടെ? അടുക്കളയിലുണ്ട്. തന്തയുടെ ഒച്ച കേട്ട് ഭയന്നിരിക്കുക. വേറൊരാളൂടി വന്നിട്ടുണ്ട്. ആരാ അത്? ചെന്ന് നോക്കിയാട്ടെ. ഇതെന്താ കുട്ടി ഇത്? ആരുമില്ലാതെ തനിച്ച്? കമ്പ്യൂട്ടർ ക്ലാസ്സിലൊന്ന് കള്ളം പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ ലോകനാർക്കാവില്ലമ്മേ, നിന്റെ അച്ഛനെങ്ങാനും അറിഞ്ഞ ഇനി അത് മതി. എന്തിനാ കള്ളത്തരം ചെയ്യുന്നേ? ഞാനല്ല, മുത്തശ്ശിയെ കള്ളത്തരം ചെയ്തത്. എന്തിനാ ഞങ്ങളുടെ അടുത്ത് കട്ട് വായിച്ചത്? അയ്യോ, അത് രണ്ടിന് നല്ല പെട തരാണ്ടിരിക്കുക. മുത്തശ്ശിയെ പറ്റിക്കായിരുന്നു അല്ലേ? അല്ല, ഒരിക്കലും പറ്റിക്കായിരുന്നില്ല. ഞാനൊരു കവയിത്രി എന്നറിയില്ലേ മുത്തശ്ശിക്ക്? ഞാൻ കവിത എഴുതും, അതപ്പ തന്നെ അനന്തന് കൊടുക്കും. അനന്തം അത് കമ്പോസ് ചെയ്ത് ടിവിയിലോ സിനിമയിലോ ഇടും. അതെ അതെ, നീ എഴുതി അവൻ കമ്പോസ് ചെയ്ത ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകളില്ലേ? കായാമ്പൂ കണ്ണിൽ വിടരും, അറിയാതെ അറിയാതെ, അതൊക്കെ നീ എഴുതിയതല്ലേ? മുഖം വീർപ്പിക്കണ്ട.
വയസ്സ് മുന്നോട്ടാ പോന്നെന്ന് എന്റെ അച്ചുകുട്ടിക്കറിയോ? നിന്റെ അനന്തന്റെ നിന്റെ അമ്മയുടെയും ഒക്കെ പ്രായം കഴിഞ്ഞാ മുത്തശ്ശി ഇവിടെ എത്തിയത് എന്ന് കരുതി സ്നേഹിക്കാൻ പാടില്ല എന്നല്ല മുത്തശ്ശി പറഞ്ഞത്. ഈ കത്തിന്റെ യാത്ര ആദ്യമേ ഞാൻ കണ്ടുപിടിച്ചതാ. ഒരല്പം പ്രോത്സാഹിപ്പിച്ചില്ലേന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോഴീ മുത്തശ്ശി ഒന്ന് ചോദിച്ചോട്ടെ, ഇത് വെറും കുട്ടിക്കളിയല്ലേ, ഒരു തമാശക്ക്? മോൾ അതേന്ന് പറഞ്ഞ മുത്തശ്ശിക്ക് സന്തോഷാവും, ഈ മനസ്സിന് സമാധാനം കിട്ടും. മുത്തശ്ശി, ഇത് കുട്ടിക്കളിയല്ല, ഇഷ്ടാണ്, ഒത്തിരി ഇഷ്ടാണ്. മുത്തശ്ശി ഞങ്ങളെ രക്ഷിക്കണം. എങ്ങനെ രക്ഷിക്കും കുട്ടി? എന്റെ വയറ്റിൽ പിറന്ന മക്കളായതുകൊണ്ട് പറയുകയല്ല, ഒക്കെ ദുഷ്ടജന്തുക്കളാ. പ്രത്യേകിച്ച് നിന്റെ അച്ഛൻ. നാത്തലയ്ക്കൽ തീരേണ്ട കാര്യം വാഴ്ത്തലയ്ക്കൽ എത്തിക്കും. ആണൊന്നിളകിയാലും പെണ്ണൊതുങ്ങണമെന്നാ. അതുകൊണ്ട് എന്റെ മോളായിട്ട് ഒരു കുഴപ്പത്തിനും നിൽക്കണ്ട. യൂസ്ലെസ്, യൂസ്ലെസ് മുത്തശ്ശി. ഞാൻ സഹായം ചോദിച്ചു വന്നതേ തച്ചോളോദൻ എന്റെ അമ്മയുടെ അടുത്താ. ഡ്യൂപ്ലിക്കേറ്റ് തച്ചോളോദനും ഡ്യൂപ്ലിക്കേറ്റ് ഒരു അമ്മയും. ധൈര്യമില്ലാത്ത കിളവി. കുട്ടി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, ഞങ്ങക്ക് മുത്തശ്ശിയുടെ സഹായം വേണ്ട. ആരുമില്ലെങ്കിലും എന്റെ കുഞ്ഞേട്ടനുണ്ടാവും ഞങ്ങക്ക്. ഇനി സഹായം ചോദിച്ചിങ്ങോട്ട് വരൂന്നും കരുതണ്ട.